CMA ഇന്റർമീഡിയറ്റ് ഫൈനൽ എക്സാം എഴുതാൻ പോകുന്ന 2024 ജൂണിൽ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്തായാലും ഒരുപാട് സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യം എക്സ്പെർട്ടൈസേഷനുള്ള സബ്ജക്റ്റുകളാണ് ലോ, ടാക്സ്, GST പോലെയുള്ള സബ്ജക്റ്റുകൾ, അതേപോലെ കോസ്റ്റിംഗ് പോലെയുള്ള സബ്ജക്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് എന്തായാലും കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്, കുറച്ച് അമെൻമെന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അമെൻമെന്റുകളും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു യൂട്യൂബ് ലൈവ് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, ഫുൾ ടൈം ഫോണിലും കാര്യങ്ങളൊന്നും കളിക്കാനൊന്നും പാടില്ല. എന്നാലും നിങ്ങൾക്ക് ഒരു ദിവസത്തിന്റെ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ചോദിക്കാനും അത് നമുക്ക് ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പർപ്പസ്, ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ പർപ്പസ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് അഥവാ ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാർക്ക് ഇതെന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഒരു ഡൗട്ട് ക്ലിയറിങ്ങിന് വേണ്ടി മാത്രമുള്ളൊരു പ്ലാറ്റ്ഫോം. പിന്നെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കേസ് സ്റ്റഡീസ്, അതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക, ദെൻ പ്രാക്ടിക്കലി ഒരു ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡെയിലി ബേസിൽ ഒരു 45 മിനിറ്റ്സ് 1 അവറിനുള്ളിൽ തീർക്കുന്ന രീതിയിൽ എല്ലാ ദിവസവും വൈകിട്ട് ഒരു യൂട്യൂബ് ലൈവും കൂടി കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ലിങ്കും കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നതായിരിക്കും, ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാൻ ചോദിക്കാം. നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അതുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ ഇതൊന്ന് എല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്യുക.